മൂന്നാമത്തെ വർഷം ഷവ്വാൽ 6-ാം തീയതി നബി മദീനയിലെത്തി. മൂന്നാമത്തെ കൊല്ലം ഷവ്വാൽ 6-ാം തീയതി ഒരു വെള്ളിയാഴ്ചയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 1000-ഓളം സഹാബാക്കളുമായി, വെള്ളിയാഴ്ച ജുമാ നമസ്കാരമൊക്കെ കഴിഞ്ഞ് 1000-ഓളം സഹാബാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ സുഫിയാന്റെ സൈന്യത്തെ നേരിടാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഉഹുദ് യുദ്ധത്തിന് പോയ വഴിയാണ് പ്രിയപ്പെട്ടവരെ. ഇത് ഇവിടെ സീഡാക്കണോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഉഹുദിലേക്ക് നീങ്ങിയത് ഈ വഴിയിലൂടെയാണ്. അങ്ങനെ വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞ് 1000-ഓളം ആളുകളൊക്കെ സംഘടിപ്പിച്ച സൈന്യവുമായി പ്രവാചകൻ നീങ്ങുമ്പോൾ ഇടതുഭാഗത്ത് ഇവിടെ നമ്മളൊരു പള്ളി, ഒരു കറുത്ത കല്ലുകൾ കൊണ്ടൊരു പള്ളി കാണുന്നുണ്ട്. കുറച്ച് ആളുകളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഈ ഭാഗത്തെത്തിയപ്പോ അസ്ർ നമസ്കാരത്തിന് സമയം അസ്റായി. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു ചോദിച്ചാല് വിശാലമായ ഈ താഴ്വരയിൽ റസൂൽ സൈന്യത്തെ ഇറക്കി നിർത്തുകയും എന്നിട്ട് ഇവിടെ വെച്ച് ആ പള്ളി നിൽക്കുന്ന ആ ഭാഗത്ത് വെച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമായി അവിടെ വെച്ച് അസ്ർ നമസ്കാരം നിർവഹിക്കുകയും ചെയ്തു. അസ്ർ നമസ്കാരം നിർവഹിച്ചതിന് ശേഷം റസൂൽ ചെയ്തൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ സൈന്യത്തെ മൊത്തം പ്രവാചകൻ ഒന്നുകൂടെ പരിശോധിച്ചു. എന്നിട്ട് അതിൽ പ്രായക്കൂടുതലുള്ള അവശരായ ആളുകൾ ആരൊക്കെയാണെന്ന് കണ്ടെത്തിയിട്ട് അവരോടൊക്കെ മദീനയിലേക്ക് മടങ്ങി പോകാൻ വേണ്ടി പറഞ്ഞു. എന്ന് മാത്രമല്ല ചെറിയ കൗമാര പ്രായത്തിലുള്ള ചില സഹാബാക്കൾ ഉണ്ടായിരുന്നു. യുദ്ധത്തിനുള്ള വലിയ ആവേശത്തോടു കൂടി പ്രവാചകന്റെ കൂടെ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്ന ചെറിയ കുട്ടികളെന്ന് തോന്നിക്കുന്ന കൗമാര പ്രായം പിന്നിട്ടിട്ടേ ഉള്ളൂ. അപ്പൊ അവരൊക്കെ പ്രവാചകൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അവരെ പ്രവാചകൻ മദീനയിലേക്ക് മടങ്ങിപ്പോകാനൊക്കെ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ സൈന്യത്തെ പ്രവാചകൻ മൊത്തം ഒന്ന് പുനഃക്രമീകരണം നടത്തി. അപ്പോഴേക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ മഗ്രിബ് നമസ്കാരത്തിന് സമയമായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വെച്ച് തന്നെ മഗ്രിബ് നമസ്കരിച്ചു. അന്ന് രാത്രി ആ ഷവ്വാൽ 6-ാം തീയതി ആ രാത്രി പിന്നെ ഇവിടെ തന്നെ താമസിച്ചു. അങ്ങനെ അസ്ർ നമസ്കാരം, മഗ്രിബ് നമസ്കാരം, ഇശാ നമസ്കാരം, സുബഹി നമസ്കാരം, ഈ 4 നമസ്കാരങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നിർവഹിച്ചു. അപ്പോഴേക്ക് ശനിയാഴ്ച നേരം കൊടുത്തു. ഷവ്വാൽ 7-ാം തീയതി ശനിയാഴ്ച. ഈ ശനിയാഴ്ച ആയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ഇവിടുന്ന് മുന്നോട്ട് നീങ്ങാൻ. അപ്പോഴേക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാല് ഇസ്ലാമിക സൈന്യത്തിൽ നിന്ന് 300-ഓളം വരുന്ന കപടവിശ്വാസികളായ ആളുകൾ, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, മുനാഫിക്കുകൾ, അബ്ദുല്ലാഹിബിനും ഉബയ്യിബ്നു സുലൂൽ എന്ന് പറയുന്ന കപടവിശ്വാസികളുടെ നേതാവ്, ആ നേതാവിന്റെ നേതൃത്വത്തിൽ 300-ഓളം വരുന്ന കപടവിശ്വാസികളായ ആളുകൾ അവര് മദീനയിലേക്ക് തന്നെ മടങ്ങി പോവുകയും ചെയ്തു. അപ്പോ ഈ യുദ്ധരംഗത്ത് നിന്ന് അല്ലെങ്കിൽ യുദ്ധത്തിന് വേണ്ടി മുന്നോട്ട് പോകുമ്പോൾ പിന്തിരിഞ്ഞു പോവുക എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 7 മഹാപാപങ്ങളിൽ ഒന്നായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. 7 വൻ കുറ്റങ്ങളിൽ സബൂ അൽ മുബിഖാത്ത് എന്ന് കേട്ടിട്ടുണ്ടാവും. 7 മഹാപാപങ്ങൾ. ആ 7 മഹാപാപങ്ങളിൽ ഒന്നാണ് യുദ്ധരംഗത്ത് നിന്ന് പിന്തിരിഞ്ഞു പോവുക എന്ന് പറയുന്നത്. അതൊരു ഇസ്ലാമിക സൈന്യത്തെ, ഇസ്ലാമിക സമൂഹം